കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ സാൻ മേസർ ഓഫ് ദി സോക്രട്ട് ഡെസേർട്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ലായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. ആൻഡ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സ്റ്റോറി മിസ്സാകുന്നതാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് സിയോൺ ചോദിക്കുകയും ചെയ്യും, ഓ അതിനെപ്പറ്റിയല്ല കളവാ ചോദിച്ചത്, ആ ഒരു പവറിനെ പറ്റിയാണ്. താങ്കൾ ആരാണ്? ആ പവർ എവിടെ നിന്നാണ് വന്നത്? ഇതേതാ സ്ഥലം നിനക്ക് മനസ്സിലായോ? ഇതൊരു ഡഞ്ചറാണ്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ട്. ഹണ്ടിങ് ഗ്രൗണ്ടാ? അതെ, എൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ട് തന്നെയാണ് എൻ്റെ ഐഡന്റിറ്റി. നിനക്ക് രണ്ട് കണ്ണില്ലേ? അങ്ങോട്ട് തുറന്ന് നീ അങ്ങോട്ട് നോക്ക്. അടുത്ത സമയം ക്രിയോൺ എന്ന് വിളിക്കുകയും ചെയ്യും. അതവൻ്റെ സോഡിൻ്റെ പേരാണ്. അടുത്ത നിമിഷം ആ സോഡിൻ്റെ ഭാഗത്തുനിന്ന് അമാനുഷികമായ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു. സത്യം പറഞ്ഞാൽ സിയോന്റെ കാത് വരെ അടിച്ചു പോകുന്ന അത്രയും സൗണ്ടായിരുന്നു. എൻ്റെ കിളവ, താങ്കൾ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുറേയധികം മാജിക്കൽ ബീസ്റ്റ് അവിടേക്ക് വന്നു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് നിന്നെ തന്നെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഇവിടെ സർവേ ചെയ്യാൻ നോക്കുന്നു പറയാൻ നേരത്ത് പെട്ടെന്ന് ആ ഒരു ബീസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. നാശം, ഈ മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ അപ്പം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അവന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൈകാലുകളിൽ ആ ഒരു അറ്റാക്കൊക്കെ വന്ന് പതിച്ചു. കോപ്പ്, ഇതെന്ത് നാശമാണ്! എനിക്കാണെങ്കിൽ ഇവിടെ നോടി രക്ഷപ്പെടാനും പറ്റത്തില്ല. അതിലുപരി ഈ നായകള് അടുത്ത സെക്കൻഡ് അവൻ്റെ സാൻഡ് എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് ഗ്യാദർ ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലിറ്ററലി അത് ഡോഡ്ജ് ചെയ്തിട്ട് അവൻ്റെ നേരെ ആ ഒരു അറ്റാക്ക് ആ ഒരു മോൺസ്റ്റേഴ്സ് വന്ന് ചെയ്തു. കോപ്പ്, എൻ്റെ കണ്ണുകൾ കൊണ്ടോ എൻ്റെ സാൻഡ് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കൂടെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. തൊട്ട് നനയല്ല, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് മരിക്കും. അതിലുപരി ആ ഒരു ഓൾഡ് ഗീസർ ഓൾറെഡി 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇനിയും ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു വിട്ടിയായിട്ട് മാറും. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ, എന്തെങ്കിലും വഴി. എൻ്റെ കണ്ണ് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വഴി. അതേസമയം അവിടേക്ക് വീണ്ടും കുറേ മോൺസ്റ്റേഴ്സ് വന്നിരുന്നു. നീ ശരിക്കും ഒരു വിഡ്ഢിയാണ്. നിന്റെ കണ്ണുകളിലേക്ക് മാന ഗ്യാദർ ചെയ്. ആ ഒരു ഡയലോഗ് അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ശരിയാണ്, കണ്ണുകളിലേക്ക് മാന ഗ്യാദർ ചെയ്യണം, മാന ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണിലേക്ക് മാന ഫീൽ ചെയ്ത അടുത്ത സെക്കൻഡ് ലിറ്ററലി അവൻ്റെ നേരെ ഒരു മോൺസ്റ്റർ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു സാൻഡ് യൂസ് ചെയ്ത് അവനൊരു ബാരിയറും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഒഫൻസീവുള്ള ഒരു അറ്റാക്കും ചെയ്തു. ശരിയാണ്, എനിക്ക് ഈ മോൺസ്റ്റേഴ്സിൻ്റെ മാന ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അവരുടെ ഉള്ളിലെ ആ ഒരു മാന അതെനിക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വരാൻ നേരത്ത് അടുത്തായിട്ട് വരും. ആ സമയത്ത് എനിക്ക് വ്യക്തമായി തന്നെ മേ ബി ആ കിളവൻ ഇതുകൊണ്ടായിരിക്കും നേരത്തെ എന്നെ ഇത് പഠിപ്പിച്ച് തന്നെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി അവൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം നേരത്തെ കണ്ട പോലത്തെ മാസീവുള്ള 2 മാന ബീസ്റ്റ് ആ കിളവൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അവൻ വളരെ കൂളായിട്ട് അതിനെല്ലാം അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുകയാണ്. സത്യം പറയല്ലോ, കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഇതെല്ലാം ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെയുള്ള മാന ബീസ്റ്റിനൊക്കെ അവൻ കൊന്ന് കളയാനായിട്ട് തുടങ്ങി. ഇനിയും ഇനിയും വേണം, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഈച്ചൻ്റെ ഒരു മാന ബീസ്റ്റിനെ അവൻ നിർത്തി അങ്ങോട്ട് കൊന്ന് കളയുകയായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് മറ്റൊരു മോൺസ്റ്റർ ചാടി വന്നത്. ആ കിളവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ സോഡ നിരത്ത് നിവർത്തിയതല്ല, അതിൻ്റെ ശരീരം 2ആയിട്ട് മുറിഞ്ഞുപോയി. ഞാനിന്ന് വാമ്പ തുടങ്ങിയുള്ളു, അതിനിടക്ക് തന്നെ ഈ കുരിപ്പുകളെല്ലാം കൂടെ നാശം. ഇത് ശരിക്കും ഇൻസൈനാണ്. സത്യം പറഞ്ഞാൽ ആ മോൺസ്റ്റേഴ്സിനെ പറ്റി ഓർത്തിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. അവൻ ഇത്ര മാസീവുള്ള മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നത് ഇത്ര നിസ്സാരമായിട്ടാണ്. ഭാഗ്യം രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. ഇനി കണ്ടിട്ട് മോൺസ്റ്റേഴ്സ് ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച കിട്ട്. നാശം, അപ്പൊ ഇനിയും ഉണ്ടായിരുന്നോ? പിന്നെ കണ്ടത് ആ ലാവയുടെ അന്ന് ഒരു സാധനം പുറത്തേക്ക് വന്നതാണ്. അതിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ മുട്ടുകുത്തി അവിടെ വീണുപോയി. കോപ്പ്, അതെന്തുമായിരുന്നു? അത് ഈ ഡഞ്ചനിലെ ബോസിന്റെ അലർച്ചയാണ്. ബോസോ? അതെ, ഓരോ ഡഞ്ചനിലും അതിൻ്റെതായ ഒരു ബോസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ തരംതിരിച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ ഈ ഡഞ്ചനിലേക്ക് വരാനുള്ള മെയിൻ ആയുള്ള റീസൺ എന്ന് പറയുന്നത് അത് ബോസ് ആണല്ലേ ആ കാണുന്നത്. അതെ, നീ അവസാനം നിന്റെ രൂപം പുറത്ത് കാണിച്ചില്ലേ? പിന്നെ കാണിക്കുന്നത് ഒരു ക്രിംസൺ ഡ്രാഗനെയാണ്. മാസീവുള്ള ഒരു ഡ്രാഗൻ. ക്രിംസൺ ഡ്രാഗ് അതൊരു ഡ്രാഗൻ അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അത് ഡ്രാഗൻ അല്ല, അതൊരു ബി റാങ്കുള്ള ഒരു മോൺസ്റ്റർ മാത്രമാണ്. ബി റാങ്കോ? എന്നിട്ടും അത് ആ സമയത്ത് അവന് അതിൻ്റെതായ ഒരു ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, നിനക്ക് ഈ ഫോഴ്സ് ഫീൽഡിനെ പറ്റിയൊക്കെ അറിയാലോ, അത് നിന്നെപ്പോലെ എടുത്താൻ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഈ മോൺസ്റ്റേഴ്സിന് മനുഷ്യരെ പോലെ തന്നെ ഒരു യുണീക്കുള്ള ട്രൈറ്റ് ഉള്ളതല്ലേ? അതെ, അവർക്കും ഒരു അവേക്കൻസിനെ പോലെ തന്നെ യുണീക്കുള്ള ഒരു ട്രൈറ്റ് കാണും.
ആ ഫോഴ്സ് ഫീൽഡ് ഒരു മാർഷൽ ആർട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ആ ബ്ലൂ കളർ കണ്ടിട്ട് അതിനർത്ഥം അത് പെട്ടെന്ന് അതൊരു അറ്റാക്ക് ചെയ്തു. അതൊരു മാജിക് ടൈപ്പ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി അവരെ ഓവർ പവർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കിളവൻ അവൻ്റെ നേരെ വന്ന ആ ഒരു മാസിവ് ലൈഫിനെ നാലായിട്ട് മുറിച്ചു കളഞ്ഞു. സിയോൺ അന്തം വിട്ട് അവിടെ നിന്നുപോയി. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും മീനിങ്ലെസ് ആണ്. എൻ്റെ കോമൺ സെൻസിന് പോലും ഇവിടെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കിളവൻ ആ ഒരു ക്രിംസൺ ട്രേക്കിൻ്റെ നടുവിലേക്ക് ചാടി വീണു. അതിനെ മുഖത്ത് നോക്കി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ പെട്ടെന്ന് അത് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അതൊന്നും വകവെക്കാതെ വീണ്ടും അതിൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അവനെ പിടിച്ച് അവൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു ക്രിംസൺ ട്രക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയത്. എന്നാൽ അതേസമയം ടെൻഷൻ അടിക്കുന്നതിന് പകരം അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. കാര്യം പെട്ടെന്നാണ് അവൻ്റെ വാങ്ങട്ട് അടഞ്ഞ് പോയത്. എന്തേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാനത് കുറച്ച് കൂട്ടിത്തരാന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ ഒരു അറ്റാക്ക് ചെയ്ത് അവൻ്റെ ശരീരം, ആ ഒരു ക്രിംസൺ ട്രക്കിൻ്റെ ശരീരം മുറിച്ചു കളഞ്ഞു. നാശം, എങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ കിടന്ന് മരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് സിയൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കാര്യം ആ ഒരു ക്രിംസൺ ട്രക്കിൻ്റെ ആ കിളവൻ്റെ അറ്റാക്കിൻ്റെ പവർ അത്രത്തോളം സ്ട്രോങ്ങറാണ്. അവൻ രണ്ട് സൈഡിലേക്ക് അവൻ്റെ മാനെ ഗാദർ ചെയ്ത് ആ ഒരു ഷീൽഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ്റെ പല അറ്റാക്കിൽ നിന്നും അവൻ സർവൈവ് ചെയ്തത് തന്നെ. അവന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നീക്ക് എന്തിനാണ് ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്? വേറെ എവിടെയെങ്കിലൊക്കെ പോകുമെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കുന്നുണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് പോലും എനിക്ക് ഇത്രയും സന്തോഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു ക്രിംസൺ ട്രക്കിനെ അറ്റാക്ക് ചെയ്ത് ആ ലാവിലേക്ക് അവൻ കൊണ്ടുപോയി. എന്നാൽ അത് വന്ന് വീണ ആ ഒരു ഇമ്പാക്റ്റ് വളരെ സ്ട്രോങ്ങറാണ്. ആ ഇമ്പാക്റ്റ് നേരെ വന്നത് സിയോന്റെ നേരെയാണ്. അവന് മനസ്സിലായി അവൻ്റെ പണി കഴിഞ്ഞത്. പെട്ടെന്ന് അത് വന്ന് അവൻ്റെ ശരീരത്തിടിക്കാൻ അവൻ തട്ടിത്തെറിച്ച് ബാക്കിലേക്ക് പോയി ആ ലാവിലേക്ക് വീഴാനും പോയി. ഒറ്റ സെക്കൻഡ് അവൻ കംപ്ലീറ്റ്ലി ബ്ലാങ്കായി. കാര്യം അവൻ മരിച്ചു എന്നവന് മനസ്സിലായി. അവൻ നോക്കാൻ നേരത്ത് ആ ലാവിലേക്ക് അവൻ വീഴാൻ പോയപ്പോഴേക്കും ആ ഒരു ക്രിംസൺ ഡെസേർട്ടും ആ കിളവൻ തമ്മിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്.